മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വോട്ട് ചോദിക്കുന്ന പാർട്ടി വക്താക്കൾക്കും പ്രതിനിധികൾക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു. തിങ്കളാഴ്ച മറുപടി നൽകാൻ നിർദ്ദേശം. രാഷ്ട്രീയ പാർട്ടി വക്താക്കൾ തെരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്തൊക്കെയാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ആരാണ് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്? തിരഞ്ഞെടുപ്പ് കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജിയിലാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചുകൊണ്ട് അത് പരിശോധിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കളെയും അവരുടെ പ്രതിനിധികളെയും എല്ലാം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ ഹർജി. പ്രവാസിയായ ഹർപ്രീത് മൻസുഖാനിയാണ് ഈ ഹർജി നൽകിയിരുന്നത്. ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പാർട്ടികളുടെ വക്താക്കളാണ് എല്ലാ തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും ഒക്കെ നടത്താറ്. പക്ഷെ അവർ പലപ്പോഴും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ വരാത്തത് കൊണ്ട് വിവാദമായ മതത്തിന്റെയും ജാതിയുടെയും പേരിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ പോലും അവർ രക്ഷപ്പെടുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ സമിതിയെ വെച്ചുകൊണ്ട് ഇവരെ കൂടി ചട്ടത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള നടപടി വേണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിങ്കളാഴ്ചക്കുള്ളിൽ മറുപടി നൽകണമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം കോടതി ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കും. ഉണ്ണി, ഈ തെരഞ്ഞെടുപ്പിൽ ബാധകമാകുന്ന തരത്തിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ടോ? ഇക്കാര്യത്തിൽ ഹർജിയിലെ ആവശ്യങ്ങൾ കോടതി അംഗീകരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ ബാധകമാകാൻ സാധ്യതയില്ല. കാരണം മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കണം. നിലവിലെ പെരുമാറ്റച്ചട്ടം അത് എല്ലാ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും വക്താക്കൾക്കുമൊക്കെ ബാധകമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ആ രീതിയിലുള്ള നടപടിയാണെങ്കിൽ സ്വാഭാവികമായും കാലതാമസം എടുക്കും. പക്ഷേ കോടതി കമ്മീഷന്റെ വിശദീകരണം കേട്ടുകൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ വേഗത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ കൂടി ബാധകമാകുന്ന രീതിയിൽ നടപടികൾക്ക് സാധ്യതയുള്ളൂ. രേണുക, എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.